ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സോഷ്യോളജിക്കാരുടെ 6th സെം ആൻഡ് 4th സെം പേപ്പറായിട്ടുള്ള റൂറൽ സോഷ്യോളജിയിലെ 6th ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അതോടൊപ്പം തന്നെ പെയ്ഡ് നോട്ട്സോ അസൈൻമെൻറ്റ്സോ 6th സെമ്മിൻ്റെ ഡിസർട്ടേഷനൊക്കെ ആവശ്യമുള്ളവരുണ്ടെന്നാണെങ്കിൽ മുൻ വീഡിയോയിലും ഈ വീഡിയോയിലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. 6th ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് NGOs ആൻഡ് CSR ഇൻ റൂറൽ ഡെവലപ്മെൻറ്റ്. ഗ്രാമീണ വികസനത്തിലെ NGOകളും CSRൻ്റെയും പങ്കുകളാണ് വരുന്നത് കേട്ടോ. നോക്കാം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. ഡിസ്കസ് ദ റോൾ ഓഫ് നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ്, അതായത് NGOs ഇൻ റൂറൽ ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ. അപ്പോൾ നോക്കാം എന്തൊക്കെയാണ് ഇന്ത്യയിലെ ഗ്രാമവികസനത്തിൽ സർക്കാരിതര സംഘടനകളുടെ അല്ലെങ്കിൽ NGOകളുടെ പങ്ക് ചർച്ച ചെയ്യുക എന്നാണ്. നോക്കാം. ഗ്രാമവികസനം സാമ്പത്തിക വളർച്ച മാത്രമല്ല, സാമൂഹിക നീതി, വിദ്യാഭ്യാസം, ആരോഗ്യം, സ്ത്രീ ശാക്തീകരണം, പരിസ്ഥിതി സംരക്ഷണം, ജനപങ്കാളിത്തം എന്നിവയും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്ര പ്രക്രിയയാണിത്. ഇന്ത്യയിലെ സർക്കാർ പദ്ധതികളോടൊപ്പം സർക്കാരേതര സംഘടനകൾ, അതായത് NGOകൾ ഗ്രാമവികസനത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ ഉയർന്ന സാമൂഹിക ബോധവും ജനപങ്കാളിത്തവും ഉള്ളതുകൊണ്ട് NGOകൾ വികസന പ്രവർത്തനങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ നടത്തുന്നുമുണ്ട് കേട്ടോ. ഇനി NGOകളുടെ പ്രധാന പങ്ക് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ദാരിദ്ര്യ നിർമ്മാർജ്ജനം, മറ്റൊന്ന് സ്ത്രീ ശാക്തീകരണം, പിന്നെ വിദ്യാഭ്യാസവും സാക്ഷരതയും, അതുപോലെ തന്നെ ആരോഗ്യ സംരക്ഷണം, പരിസ്ഥിതി സംരക്ഷണം, സുസ്ഥിര വികസനം, ജനപങ്കാളിത്തവും അതുപോലെ തന്നെ പ്രാദേശിക സ്വയംഭരണവും. ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ആരുടെ പങ്കാളിത്തമുണ്ട്? NGOകളുടെ പങ്കാളിത്തമുണ്ട്. ഇനി കേരളത്തിലെ NGOകളുടെ പ്രത്യേക സംഭാവനകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, കുടുംബശ്രീ ഒരു പ്രത്യേകത. അതായത് കേരളത്തിലെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രസ്ഥാനമാണ് കുടുംബശ്രീ എന്ന് പറയുന്നത്. പിന്നെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, KSSP എന്ന് പറയും. അതായത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ശാസ്ത്രീയ ബോധവൽക്കരണം, പരിസ്ഥിതി സംരക്ഷണം, ജനകീയ വികസനം എന്നിവയിൽ ശ്രദ്ധേയമായ പങ്ക് വഹിക്കുന്നുണ്ട്. ഇപ്പോൾ സൈലൻറ്റ് വാലി പ്രസ്ഥാനത്തിലൊക്കെ ഇവരുടെ ഇടപെടൽ വളരെ പ്രശസ്തമാണ്. അതുപോലെ തന്നെ മിത്ര നികേതൻ എന്ന് പറയുന്നത് ഗ്രാമീണ യുവാക്കൾക്ക് തൊഴിൽ പരിശീലനം, കൃഷി വികസനം, സാമൂഹിക സേവനങ്ങൾ എന്നിവ നൽകുന്ന ഒരു സംഘടനയാണ്. പിന്നെ SEUF, സൊസൈറ്റി ഫോർ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ഇൻ കേരള എന്ന് പറഞ്ഞിട്ട് സൊസൈറ്റി, അത് പിന്നെ പരിസ്ഥിതി വിദ്യാഭ്യാസവും സുസ്ഥിര വികസന പ്രവർത്തനങ്ങളും വഴി ഗ്രാമസമൂഹങ്ങളിൽ ബോധവൽക്കരണം നടത്തുന്നു. ഇനി NGOകൾ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുക. അതല്ലെങ്കിൽ അതിൻ്റെ മാർക്കിനനുസരിച്ച് നമ്മളതിൽ ചേർത്ത് എഴുതണം. അപ്പോൾ സഹായത്തിൻ്റെ അഭാവം, അതുപോലെ സർക്കാരിൻ്റെ അമിത നിയന്ത്രണങ്ങൾ, സുതാര്യതയും ഉത്തരവാദിത്വവും സംബന്ധിച്ച വിമർശനങ്ങൾ, രാഷ്ട്രീയ ഇടപെടലുകൾ, ഗ്രാമപ്രദേശങ്ങളിലെ വിഭവ പരിമിതികൾ, ഇതൊക്കെയാണ് നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ കേട്ടോ. ഇത്രയാണ് അതിൽ നമ്മൾ ആൻസറായിട്ട് കൊടുക്കേണ്ടത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യനാണ്, ക്രിട്ടിക്കലി എക്സാമിൻ ദ എവല്യൂഷൻ ഓഫ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ CSR. നമ്മൾ ഹെഡിങ് പറഞ്ഞില്ലേ, ഇൻ ഇന്ത്യ ആൻഡ് ഇവാലുവേറ്റ് ഇറ്റ്സ് കോൺട്രിബ്യൂഷൻ ടു റൂറൽ ഡെവലപ്മെൻറ്റ്. ഇന്ത്യയിലെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അഥവാ CSR പരിണാമത്തെ വിമർശനാത്മകമായിട്ട് പരിശോധിക്കുകയും ഗ്രാമവികസനത്തിന് അതിൻ്റെ സംഭാവന വിലയിരുത്തുകയും ചെയ്യുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി CSR എന്നത് സമൂഹത്തോടും പരിസ്ഥിതിയോടും സ്ഥാപനങ്ങൾക്കുള്ള ഉത്തരവാദിത്തത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിൽ CSR ഒരു സന്നദ്ധ ധർമ്മ പ്രവർത്തനത്തിൽ നിന്ന് നിയമപരമായ ബാധ്യതയിലേക്ക് വളർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗ്രാമവികസനം, വിദ്യാഭ്യാസം, ആരോഗ്യം, പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ CSR ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഇന്ത്യയിലെ CSRൻ്റെ പരിണാമം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ ഘട്ടം, അതായത് പ്രാരംഭഘട്ടത്തിൽ ദാനധർമ്മ മാതൃകയായിട്ട് പ്രവർത്തിച്ചു. പിന്നെ സ്വാതന്ത്ര്യത്തിന് മുമ്പും പിന്നീടും ആദ്യകാലത്തും ഇന്ത്യയിൽ വ്യവസായികൾ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ധർമ്മ ആശയത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടിരുന്നു. പിന്നെ വികസനോന്മുഖ ഘട്ടമാണ് രണ്ടാമത്തെ ഘട്ടം. ആ ഘട്ടത്തിൽ സാമൂഹിക നീതി, തൊഴിലാളി ക്ഷേമം, ഗ്രാമവികസനം തുടങ്ങിയ വിഷയങ്ങളിൽ കമ്പനികൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു ഘട്ടം. പിന്നെ വൽക്കരണാനന്തര ഘട്ടം, അതാണ് മൂന്നാമത്തെ ഘട്ടം. 1991 ശേഷം ആഗോളവൽക്കരണവും സ്വകാര്യവൽക്കരണവും ശക്തമായതോടെ കമ്പനികൾ ബ്രാൻഡ് ഇമേജ് അല്ലെങ്കിൽ സുസ്ഥിര വികസനം, ESG തുടങ്ങിയ പിന്നെ ആശയങ്ങളുമായിട്ട് CSRനെ ബന്ധിപ്പിച്ചു. പിന്നെ നാലാമത്തെ ഘട്ടം നിയമപരമായ ഘട്ടമാണ്. കമ്പനീസ് ആക്ട് 2013 കമ്പനീസ് ആക്ട് നിലവിൽ വരുന്ന ഘട്ടം. ഇന്ത്യ CSR നിയമപരമാക്കിയ ആദ്യ രാജ്യങ്ങളിൽ ഒന്നായിട്ടാണ് ഇന്ത്യ കാണുന്നത്.
കമ്പനീസ് ആക്ട് 2013 സെഷൻ 135 പ്രകാരം നിശ്ചിത ലാഭപരിധിയുള്ള കമ്പനികൾ അവരുടെ ശരാശരി ലാഭത്തിൻ്റെ കുറഞ്ഞത് 2% CSR പ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കണം. എന്ന് പറഞ്ഞാൽ ദാനധർമ്മ പ്രവർത്തനങ്ങളാണ് കേട്ടോ CSR പ്രവർത്തനങ്ങൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കണം. ഇനി നിയമം ഉൾക്കൊള്ളുന്ന പ്രധാന മേഖലകൾ ഇതൊക്കെയാണ് നോക്കുക. CSRൻ്റെ ഗ്രാമവികസനം, പിന്നെ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ആരോഗ്യ സംരക്ഷണം, പിന്നെ വനിതാ ശാക്തീകരണം അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണം, പിന്നെ ശുചിത്വം, കുടിവെള്ളം എന്നിവയൊക്കെയാണ്. ഇനി വികസനത്തിന് CSRൻ്റെ സംഭാവന എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, പിന്നെ കാർഷിക വികസനവും ഉപജീവനവും നൽകുന്നു, പിന്നെ വിദ്യാഭ്യാസവും നൈപുണ്യ വികസനത്തിനും പ്രാധാന്യം നൽകുന്നു, പിന്നെ ആരോഗ്യം, ശുചിത്വം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാന സംഭാവനകൾ. CSRനെതിരായിട്ടുള്ള വിമർശനങ്ങൾ ചോദിച്ചാൽ നിർബന്ധിത ദാനധർമ്മം, അതായത് ചിലർ CSRനെ കോർപ്പറേറ്റ് ടാക്സ് എന്ന നിലയിൽ വിമർശിക്കുന്നുണ്ട്. പിന്നെ പ്രചാരണോദ്ദേശം, ചില കമ്പനികൾ CSRനെ ബ്രാൻഡ് പ്രൊമോഷൻ ഉപാധിയായിട്ട് മാത്രം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അസമമായ വിനിയോഗം, നാലാമത്തത് സുതാര്യതക്കുറവും അഴിമതിയും, പിന്നെ അഞ്ചാമത്തത് ഗ്രാമങ്ങളുടെ യഥാർത്ഥ ആവശ്യങ്ങൾ അവഗണിക്കപ്പെടുന്നു എന്നുള്ളത് കേട്ടോ. അതൊക്കെയാണ് അതിനെതിരെയുള്ള വിമർശനം. ഇനി മറ്റൊരു ചോദ്യമാണ്, കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദ സ്ട്രെങ്ത്സ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് NGOs ആൻഡ് CSR ഇനീഷ്യേറ്റീവ്സ് ആസ് ഡെവലപ്മെൻറ്റ് ആക്ടേഴ്സ്. വികസന പങ്കാളികൾ എന്ന നിലയിൽ NGOകളുടെയും CSR സംരംഭങ്ങളുടെയും ശക്തിയും പരിമിതികളും ചർച്ച ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം NGOകളുടെ ശക്തികൾ നോക്കാം. ജനങ്ങളോട് അടുപ്പം പ്രകടിപ്പിക്കുന്നു, പിന്നെ സാമൂഹിക ബോധവൽക്കരണം നടത്തുന്നു, മൂന്നാമത്തത് ലഭ്യതയും നവീനതയും, അതായത് പുതുമകളും, പിന്നെ സാമൂഹിക പങ്കാളിത്തം. പ്രാദേശിക ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിലൂടെ ദീർഘകാല വികസനത്തിന് അത് സഹായിക്കുന്നുണ്ട്. ഇനി NGOകളുടെ പരിമിതികൾ എന്ന് വെച്ചാൽ സാമ്പത്തിക ആശ്രിതത്വം, സമ്പത്തിന് വേണ്ടി ആശ്രയിക്കുന്നു, ഉത്തരവാദിത്തക്കുറവ് അനുഭവപ്പെടുന്നു, പിന്നെ പരിമിതമായ വ്യാപ്തി മാത്രമേ അതിനുള്ളൂ, പിന്നെ രാഷ്ട്രീയ വിദേശ സ്വാധീനമുണ്ട്. ഇനി CSR സംരംഭങ്ങളുടെ ശക്തികൾ വെച്ചാൽ, ഒന്ന് വിപുലമായ സാമ്പത്തിക വിഭവങ്ങളുണ്ട്, പിന്നെ സാങ്കേതിക വിദഗ്ധതയുണ്ട്, അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ സഹായിക്കുന്നു, തൊഴിൽപരമായ സമീപനമുണ്ട്. ഇനി CSR സംരംഭങ്ങളുടെ പരിമിതികൾ വെച്ചാൽ ലാഭകേന്ദ്രിത സമീപനമാണ്, അല്പകാല കാഴ്ചപ്പാടാണുള്ളത്, ജനപങ്കാളിത്തക്കുറവുണ്ട്, പിന്നെ അതുല്യമായ അല്ലെങ്കിൽ അസമമായ അല്ലെങ്കിൽ അസമതുല്യമായ മേഖലാ ശ്രദ്ധയാണ് അതിന് ഉള്ളത്. ഇത്രയാണ് അതിൻ്റെ പരിമിതികളായിട്ട് വരുന്നത് കേട്ടോ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, അനലൈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് പാർട്ടിസിപ്പേറ്ററി ഗവേണൻസ് ആൻഡ് ഡീസെൻട്രലൈസേഷൻ ഇൻ ഷേപ്പിംഗ് സക്സസ്ഫുൾ NGO ആൻഡ് CSR ഇൻ്റർവെൻഷൻ ഇൻ റൂറൽ ഡെവലപ്മെൻറ്റ് വിത്ത് ഫോക്കസ് ഓൺ കേരളാസ് എക്സ്പീരിയൻസ്. കേരളത്തിൻ്റെ അനുഭവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഗ്രാമവികസനത്തിൽ വിജയകരമായ NGO CSR ഇടപെടലുകൾ രൂപപ്പെടുത്തുന്നതിൽ പങ്കാളിത്ത ഭരണത്തിൻ്റെയും പിന്നെ വികേന്ദ്രീകരണത്തിൻ്റെയും പ്രാധാന്യം വിശകലനം ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. കേരളത്തിൻ്റെ ഗ്രാമവികസന അനുഭവം ഇന്ത്യയിൽ തന്നെ വികേന്ദ്രീകരണത്തിൻ്റെ പങ്കാളിത്ത ഭരണത്തിൻ്റെയും മികച്ച മാതൃകയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് ജനകീയ ആസൂത്രണ പദ്ധതി, പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾ, കുടുംബശ്രീ പോലുള്ള സമൂഹാധിഷ്ഠിത സംഘടനകൾ എന്നിവ ഗ്രാമവികസനത്തിൽ NGOകളുടെയും CSR സംരംഭങ്ങളുടെയൊക്കെ ഫലപ്രദമായ ഇടപെടലുകൾക്ക് അടിത്തറ ഒരുക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലെ പങ്കാളിത്ത ഭരണവും കേന്ദ്രീകരണവും വിജയകരമായ വികസന ഇടപെടലുകളുടെ കേന്ദ്ര ഘടകമായിട്ട് മാറിയിരിക്കുന്നു. ഇനി പങ്കാളിത്ത ഭരണത്തിൻ്റെ പ്രാധാന്യം ചോദിച്ചാൽ, ഒന്നാമത്തത് പ്രാദേശിക ആവശ്യങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയുന്നു, അതുപോലെ തന്നെ സാമൂഹിക ഉടമസ്ഥതയും ഉത്തരവാദിത്വവുമുണ്ട്, പിന്നെ സ്ത്രീ ശാക്തീകരണവും ഉൾക്കൊള്ളലും ഉള്ളതാണ്. പിന്നെ വികേന്ദ്രീകരണത്തിൻ്റെ പ്രാധാന്യം ചോദിച്ചാൽ പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശാക്തീകരണം ത്തിനതാവശ്യമാണ്. അതുപോലെ തന്നെ NGO പഞ്ചായത്ത് സഹകരണത്തിന് അതിൻ്റെ നിലനിൽപ്പ് വേണം. പിന്നെ CSR പദ്ധതികളുടെ പ്രാദേശിക ഏകോപനത്തിന് NGOകൾ ആവശ്യമാണ്. കേരളത്തിലെ വിജയകരമായ മാതൃകകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ അതോട് ബന്ധപ്പെടുത്തിയല്ലേ ചോദിക്കുന്നത്. കുടുംബശ്രീയാണ് ഒന്ന്. കേരളത്തിലെ ഗ്രാമവികസനത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പങ്കാളിത്ത വികേന്ദ്രീകൃത മാതൃകയാണ് കുടുംബശ്രീ. ദാരിദ്ര്യ നിവാരണം, വനിതാ സംരംഭകത്വം, അതുപോലെ മൈക്രോ ഫിനാൻസ്, മാലിന്യ സംസ്കരണം, ഭക്ഷ്യ ഉൽപ്പാദനം തുടങ്ങിയ മേഖലകളിൽ ഇത് ശ്രദ്ധേയമായ വിജയം നേടിയിട്ടുണ്ട്. 2 മാർക്കിന് അത് ചോദിക്കുകയാണെങ്കിലും അത് എഴുതാം കേട്ടോ. പിന്നെ NGOകളുടെ പങ്ക്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ് പോലുള്ള സംഘടനകൾ സാമൂഹിക പങ്കാളിത്ത അടിസ്ഥാനമാക്കിയുള്ള ഗ്രാമവികസന പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. പിന്നെ മാലിന്യ സംസ്കരണത്തിലെ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ കുടുംബശ്രീ യൂണിറ്റുകളും തദ്ദേശ സ്ഥാപനങ്ങളും ചേർന്ന് നടപ്പാക്കിയ വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണ മാതൃകകൾ കേരളത്തിലെ ഗ്രാമ നഗര മേഖലകളിൽ ശ്രദ്ധേയമായിട്ടുണ്ട്.
കേരളത്തിൻ്റെ ഗ്രാമവികസന അനുഭവം തെളിയിക്കുന്നത് വികസനം ആകാൻ സാമ്പത്തിക വിഭവങ്ങൾ മാത്രം മതി പോരാ എന്നുള്ളതാണ്. പിന്നെയോ ജനപങ്കാളിത്തവും പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശാക്തീകരണവും അതിന് അത്യാവശ്യമാണെന്നാണത് സൂചിപ്പിക്കുന്നത്. പങ്കാളിത്ത ഭരണവും വികേന്ദ്രീകരണവും NGOകളെയും CSR സംരംഭങ്ങളും കൂടുതൽ ഉത്തരവാദിത്തപരവും ജനകേന്ദ്രീകൃതവുമായ വികസന പങ്കാളികളാക്കി മാറ്റിയിട്ടുണ്ട്. കുടുംബശ്രീ പോലുള്ള മാതൃകകൾ സാമൂഹിക നീതിയും സ്ത്രീ ശാക്തീകരണവും സ്ഥിരതയുള്ള ഗ്രാമവികസനവും കൈവരിക്കുന്നതിൽ കേരളത്തിൻ്റെ പ്രത്യേകത വളരെയേറെ വ്യക്തമാക്കുന്നുമുണ്ട്. ഇത്രയാണ് നമ്മളുടെ റൂറൽ സോഷ്യോളജിയിൽ വരുന്ന കംപ്ലീറ്റ് ഭാഗങ്ങൾ. ഓക്കെ, താങ്ക്സ്.